ഇനിയുള്ളത് അനിമൽ ബ്രീഡിംഗ് ആണ്. അനിമൽ ബ്രീഡിംഗ് കേട്ടോ. ഇപ്പോൾ അനിമൽ ബ്രീഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആണ് ചാപ്റ്റർ എന്നറിയാമല്ലോ. അപ്പം എന്താണ് അനിമൽ ബ്രീഡിങ്? അതിന് മുമ്പ് എന്താണ് ഒരു ബ്രീഡ് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് എ ബ്രീഡ്? ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് എഴുതിയെടുക്കണം. എ ഗ്രൂപ്പ് ഓഫ് അനിമൽസ് റിലേറ്റഡ് ബൈ ഡിസെന്റ്, DESCENT. A group of animals related by descent and similar in most characters like general appearance, features, size, configuration, etc. are said to belong to a breed. മനസ്സിലായോ? അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് അനിമൽസ് related by descent and similar in most characters like general appearance, features, size, configuration, etc. are said to belong to a breed. അപ്പോൾ ഇതാണ് ബ്രീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ബ്രീഡ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പശുവിൻ്റെ ബ്രീഡുകളൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടല്ലേ? ജേഴ്സി, സിന്ധി, നമ്മൾ കുറച്ചൊക്കെ എഴുതിയില്ലേ? ആട്, എരുമ, അങ്ങനെ ഒരുപാട് ബ്രീഡുകളുണ്ട്. അപ്പോൾ ഈ ബ്രീഡുകളെ നമ്മൾ എന്ത് ചെയ്യും? പരസ്പരം ക്രോസ് ചെയ്യിപ്പിക്കും. എന്തിനാണ്? നമുക്ക് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള അനിമൽസിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് അനിമൽ ബ്രീഡിംഗ്. സോ അനിമൽ ബ്രീഡിംഗ് എയിംസ് അറ്റ് ഇൻക്രീസിംഗ് ദ ഈൽഡ് ഓഫ് അനിമൽസ് ആൻഡ് ഇംപ്രൂവിംഗ് ദ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരിൽ നിന്ന് ഡിസൈറബിൾ ക്വാളിറ്റീസും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അനിമൽസിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കും. അതാണ് അനിമൽ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബ്രീഡിങ്ങിനെ നമ്മൾ ഈ അനിമൽ ബ്രീഡിങ്ങിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. കണ്ടല്ലോ, ഒന്നിനെ നമ്മൾ പറയും ഇൻബ്രീഡിങ്. ഇൻബ്രീഡിങ് കേട്ടോ. അനിമൽ ബ്രീഡിങ്ങിനെ രണ്ടായിട്ട് തിരിക്കും. ഒന്നിനെ നമ്മൾ പറയും ഇൻബ്രീഡിങ്, രണ്ടാമത്തേനെ എന്ത് പറയും? ഔട്ട് ബ്രീഡിങ്. ഔട്ട് ബ്രീഡിങ്, ഇൻബ്രീഡിങ്, ഔട്ട് ബ്രീഡിങ്. ഔട്ട് ബ്രീഡിങ് 3 ഉണ്ട് കേട്ടോ. ആ 3 അറിയാലോ. 1 ഔട്ട് ക്രോസിങ്, 2 ക്രോസ് ബ്രീഡിങ്, 3 ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അങ്ങനെ. അപ്പോൾ അനിമൽ ബ്രീഡിങ്ങിനെ നമുക്ക് ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അനിമൽ ബ്രീഡിങ്ങിനെ നമ്മൾ ഇൻബ്രീഡിങ്, ഔട്ട് ബ്രീഡിങ്, ഔട്ട് ബ്രീഡിങ്ങിനെ തന്നെ 3ആയിട്ട് ഔട്ട് ക്രോസിങ്, ക്രോസ് ബ്രീഡിങ്, ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള അനിമൽ ബ്രീഡിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇൻബ്രീഡിങ് എന്താണെന്ന് നോക്കാം. ഇൻബ്രീഡിങ് ഇപ്പോൾ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ സെൽഫ് പോളിനേഷനെയാണ് ഇൻബ്രീഡിങ് എന്ന് പറയുന്നത്. ഇത് പ്ലാന്റ്സിന്റെ കേസല്ല, ഇത് അനിമൽസിന്റെ കേസാണ്. അപ്പോൾ എന്താണ് ഇൻബ്രീഡിങ്? ഇൻബ്രീഡിങ് റെഫേഴ്സ് ടു ദ മാറ്റിംഗ് ഓഫ് more closely related individuals within the same breed for 4 to 6 generations. So inbreeding refers to the mating of more closely related individuals within the same breed for 4 to 6 generations. അതായത് 4 തൊട്ട് 6 തലമുറ വരെ പരസ്പര ജനിതക ബന്ധമുള്ള ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ ബ്രീഡിൽപ്പെട്ട 2 അനിമൽസിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഇൻബ്രീഡിങ്. അപ്പൊ ഇൻബ്രീഡിങ് റെഫേഴ്സ് ടു ദ മാറ്റിംഗ് ഓഫ് മോർ ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ സെയിം ബ്രീഡ്. അതാണ് പോയിന്റ്. ഒരേ ബ്രീഡിൽപ്പെട്ട 4 തൊട്ട് 6 തലമുറയ്ക്കുള്ളിൽ പരസ്പരം എന്താ പറയുക, ബന്ധമുള്ള, എന്ത് ബന്ധമുള്ള? ജനിതക ബന്ധമുള്ള എന്ന് വെച്ചാൽ ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ കുടുംബത്തിൽപ്പെട്ട 2 ജീവികളെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുക. അതിനെ പറയുന്ന പേരാണ് ഇൻബ്രീഡിങ്. മനസ്സിലായോ? ഇപ്പൊ ഇൻബ്രീഡിങ് ഇപ്പോൾ ജേഴ്സി ആണെങ്കിൽ, പശു ജേഴ്സി ആണെങ്കിൽ കാളയും ജേഴ്സി ആവണം. ഇവർ തമ്മിൽ 4 to 6 ജനറേഷനുള്ളിൽ ബ്ലഡ് റിലേഷൻ, അതായത് ജനറ്റിക് റിലേഷൻസ് ഉണ്ടായിരിക്കണം, കോമൺ ആൻസെസ്റ്റർ ഉണ്ടായിരിക്കണം.
അങ്ങനെയുള്ള രണ്ട് ബ്രീഡുകളെ ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ ബ്രീഡിൽപ്പെട്ട രണ്ട് ഇൻഡിവിജ്വൽസിനെ, ഒരു മെയിലിനെ ഒരു ഫീമെയിലിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഇൻബ്രീഡിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പൊമറേനിയൻ ഡോഗ് ആണെങ്കിൽ മറ്റതും പൊമറേനിയൻ ഡോഗ് ആയിരിക്കണം. മെയിൽ പൊമറേനിയൻ ഡോഗ്, ഫീമെയിൽ പൊമറേനിയൻ ഡോഗ്, അവർ തമ്മിൽ ആൻസസ്റ്റർ ഉണ്ടായിരിക്കണം. അങ്ങനെ തമ്മിൽ ക്ലോസ് റിലേഷൻ ഉള്ള ക്രോസിങ്ങിനെയാണ് നമ്മൾ പറയുന്ന പേര് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രാറ്റജി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇൻബ്രീഡിംഗ് സ്ട്രാറ്റജി. ആദ്യം എന്ത് ചെയ്യണം? സെലക്ഷൻ ഓഫ് സുപ്പീരിയർ മെയിൽ ആൻഡ് ഫീമെയിൽ ഓഫ് സെയിം ബ്രീഡ്. ഇതിന്റെ സ്ട്രാറ്റജി, ഇതിന്റെ സ്റ്റെപ്പുകൾ പഠിക്കണം കേട്ടോ. സെലക്ഷൻ ഓഫ് സുപ്പീരിയർ മെയിൽ ആൻഡ് ഫീമെയിൽ ഓഫ് സെയിം ബ്രീഡ്. ഒരേ ബ്രീഡിൽപ്പെട്ട ഒരു മെയിലിനെയും ഫീമെയിലിനെയും കണ്ടുപിടിക്കണം. എങ്ങനെയുള്ള മെയിലിനെയും ഫീമെയിലിനെയും? സുപ്പീരിയർ ആയിട്ടുള്ള മെയിലിനെയും ഫീമെയിലിനെയും കണ്ടുപിടിക്കണം. അതെന്നെ എന്ത് ചെയ്യണം? മെയിൽ ആൻഡ് ഫീമെയിൽ ആർ മേറ്റഡ്. എന്നിട്ട് അവരെ മേറ്റ് ചെയ്യാൻ അനുവദിക്കണം, അവരെ ക്രോസ് ചെയ്യാൻ അനുവദിക്കണം. മെയിൽ ആൻഡ് ഫീമെയിൽ ക്രോസ് ചെയ്യാൻ അനുവദിക്കണം. അപ്പോൾ നമ്മൾ എന്ത് കിട്ടും? നമുക്ക് പ്രോജനീസ് കിട്ടും. ദീസ് പ്രോജനീസ് ആർ ഇവാലുവേറ്റഡ് ആൻഡ് സുപ്പീരിയർ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ സെലക്ടഡ് ഫോർ ഫർദർ മേറ്റിംഗ്. ഈ കുഞ്ഞുങ്ങളിൽ നിന്നും നല്ല ക്വാളിറ്റിയുള്ള ആണിനെയും പെണ്ണിനെയും കണ്ടുപിടിച്ചിട്ട് വീണ്ടും മേറ്റിംഗ് നടത്തണം. അതാണ് പ്രോജനീസ് ആർ ഇവാലുവേറ്റഡ്, പരിശോധിക്കണം. ആൻഡ് സുപ്പീരിയർ മെയിൽ ആൻഡ് ഫീമെയിൽസ് ആർ സെലക്ടഡ് ഫോർ ഫർദർ മേറ്റിംഗ്. മനസ്സിലായോ? ഒന്നെന്താണ്? മെയിൽ ആൻഡ് ഫീമെയിൽ ആർ, ഒന്നെന്താണ്? സെലക്ഷൻ ഓഫ് സുപ്പീരിയർ മെയിൽ ആൻഡ് ഫീമെയിൽ ഓഫ് സെയിം ബ്രീഡ്. രണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ ആർ മേറ്റഡ്. മൂന്ന്, പ്രോജനീസ് ആർ ഇവാലുവേറ്റഡ് ആൻഡ് സുപ്പീരിയർ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ സെലക്ടഡ് ഫോർ ഫർദർ മേറ്റിംഗ്. മേറ്റിംഗ് ഈസ് ഡൺ ഫോർ എ ഫ്യൂ ജനറേഷൻസ്. 2-3 പ്രാവശ്യം മേറ്റിംഗ് നടത്തണം, 4-5 പ്രാവശ്യം നടത്തണമെന്നാണ് മേറ്റിംഗ് നടത്തണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി പ്യുവർ ലൈൻസ് എന്ന് പറയും കേട്ടോ. PURELINES. പ്യുവർ ലൈൻസ് ഓഫ് എ ബ്രീഡ് ആർ പ്രൊഡ്യൂസ്ഡ്. പ്യുവർ ലൈൻ എന്ന് വെച്ചാൽ ഏറ്റവും ശുദ്ധമായ എല്ലാ ക്വാളിറ്റിയുള്ള ഒരു ബ്രീഡിനെ നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻബ്രീഡിംഗ് എന്ന് വെച്ചാൽ ഒരേ വർഗത്തിൽപ്പെട്ട കോമൺ ആൻസസ്റ്റർ ഉള്ള ഒരു സുപ്പീരിയർ മെയിലിനെയും സുപ്പീരിയർ ഫീമെയിലിനെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇൻബ്രീഡിംഗിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓഫ് സെയിം ബ്രീഡ്. മെയിൽ ആൻഡ് ഫീമെയിൽ ആർ മേറ്റഡ്. പ്രോജനീസ് ആർ ഇവാലുവേറ്റഡ് ആൻഡ് സുപ്പീരിയർ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ സെലക്ടഡ് ഫോർ ഫർദർ മേറ്റിംഗ്. മേറ്റിംഗ് ഈസ് ഡൺ ഫോർ എ ഫ്യൂ ജനറേഷൻസ്. ഫൈനലി പ്യുവർ ലൈൻസ് ഓഫ് എ ബ്രീഡ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ഇതാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇൻബ്രീഡിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഇൻബ്രീഡിംഗ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻറ്റേജസ് ഓഫ്, നമ്മളിങ്ങനെ ഇൻബ്രീഡിംഗ് ചെയ്യുമ്പോൾ അതിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? വളരെ വ്യക്തമായിട്ട് അസൈൻമെന്റ് നോക്കി നോട്ടിൽ എഴുതിയെടുക്കണം. പോസ് ചെയ്ത് നിർത്തി എഴുതിയെടുക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇൻബ്രീഡിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, പ്യുവർ ലൈൻസ് ഓഫ് എ ബ്രീഡ് ക്യാൻ ബി അച്ചീവ്ഡ്. നമുക്ക് ഒരു ബ്രീഡിന്റെ ഏറ്റവും പ്യുവർ ലൈൻ, അതായത് വേറെ ഒരു പിന്നെന്താ പറയുക, ഫോറിൻ ജീനൊന്നും ഇല്ലാത്ത വളരെ പ്യുവറായിട്ടുള്ള ഒരു പ്രത്യേക ബ്രീഡിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്യുവർ ലൈൻസ് ഓഫ് എ ബ്രീഡ് ക്യാൻ ബി അച്ചീവ്ഡ്. ഒരു ബ്രീഡിന്റെ പ്യുവർ ലൈനിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രണ്ട്, ഇൻബ്രീഡിംഗ് ഇൻക്രീസസ് ഹോമോസൈഗോസിറ്റി. ഇൻബ്രീഡിംഗ് എന്ത് ചെയ്യും? ഹോമോസൈഗോസിറ്റി വർദ്ധിപ്പിക്കും. അപ്പൊ എന്താണ് ഹോമോസൈഗോസിറ്റി എന്ന് നിങ്ങൾക്ക് അറിയാലോ. അതായത് ജനറ്റിക്സ് ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇവിടെയും പഠിക്കാൻ പോകുന്നു. നമ്മളിങ്ങനെ ക്യാപിറ്റൽ ടി എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഹോമോസൈഗസ് ആണ്. ഒരുപോലെയുള്ള ജീനിന്റെ 2 അലീലുകൾ വന്നാൽ ഹോമോസൈഗസ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതിയാൽ ഹെട്രോസൈഗസ്. സ്മോൾ ടി എന്ന് എഴുതിയാൽ ഹോമോസൈഗസ്. ഇപ്പൊ 2 അലീലുകൾ, ഒരുപോലെയുള്ള 2 അലീലുകൾ ഒരു ജീനിൽ വന്നാൽ ഹോമോസൈഗസ്. 2 വ്യത്യസ്ത അലീലുകൾ വന്നാൽ ഹെട്രോസൈഗസ്. നമുക്ക് ഇവിടെ ഹോമോസൈഗസ് ആണ്. കാരണം എന്താണ്? 2 പാരന്റും ഒരേ ബ്രീഡിൽപ്പെട്ട ഒരേ ആൻസസ്റ്റർ ഉള്ളതാണ്. അപ്പൊ ജീനിന്റെ 2 അലീലുകൾ ഒരുപോലെ ആയിരിക്കും. നമുക്ക് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇൻബ്രീഡിംഗ് ഇൻക്രീസസ് ഹോമോസൈഗോസിറ്റി. ഇനി അടുത്തെന്താണ്? ഇൻബ്രീഡിംഗ് കൊണ്ട് എക്സ്പോസസ് ഹാംഫുൾ റിസസീവ് ജീൻസ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിംഗ് നടത്തുമ്പോൾ ഈ ഹാംഫുൾ ആയിട്ടുള്ള റിസസീവ് ജീൻ എല്ലാം എക്സ്പോസ് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യും? ദാറ്റ് ആർ എലിമിനേറ്റഡ് ബൈ സെലക്ഷൻ. പതുക്കെ ആ ബ്രീഡിൽ നിന്ന് അങ്ങ് പോകും.
എക്സ്പോസ് ചെയ്തിട്ട് പതുക്കെ അങ്ങ് പോകും. ഏത് ഹാംഫുൾ റിസസീവ് ജീൻസ് ഒക്കെ പോകും. ഇനി എന്ത് ചെയ്യും? ഹെൽപ്സ് ഇൻ അക്യുമുലേഷൻ ഓഫ് സുപ്പീരിയർ ജീൻസ്. അതിന് പകരം എന്ത് ചെയ്യും? സുപ്പീരിയർ ജീൻസ് അക്യുമുലേറ്റ് ചെയ്യും. ആൻഡ് എലിമിനേഷൻ ഓഫ് ലെസ് ഡിസൈറബിൾ ജീൻസ്. ഡിസൈറബിൾ ഗുണകരമല്ലാത്ത ജീനുകളെല്ലാം എലിമിനേറ്റ് ചെയ്തു പോകും. കണ്ടോ? അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഒന്ന്, പ്യുവർ ലൈൻസ് ഓഫ് എ ബ്രീഡ് ക്യാൻ ബി അച്ചീവ്ഡ്. പ്യുവർ ലൈൻസ് ഓഫ് എ ബ്രീഡ് ക്യാൻ ബി അച്ചീവ്ഡ്. ഇൻബ്രീഡിംഗ് ഇൻക്രീസസ് ഹോമോസൈഗോസിറ്റി, exposes harmful recessive genes that are eliminated by selection, helps in accumulation of superior genes and elimination of less desirable genes. So these are the advantages of inbreeding. വളരെ പ്രധാനമാണ് advantages of inbreeding. അപ്പോൾ ഇത് ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജസ് കാണും അല്ലേ? അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജസും കൂടെ പറയുമ്പോൾ ഇൻബ്രീഡിങ് പൂർണ്ണമാകും അല്ലേ? ഡിസഡ്വാൻറ്റേജസ്. ഇപ്പം ഇൻബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് ഇപ്പം മനുഷ്യന്റെ കാര്യത്തിലെ ഇപ്പം മനുഷ്യന്റെ ഇടയിൽ തന്നെ മലയാളികളുടെ ഇടയിൽ അമ്മാവന്റെ മകളെ അല്ലെങ്കിൽ അമ്മാവന്റെ മകനെ കല്യാണം കഴിക്കുന്ന ഒരു സംവിധാനം ഇല്ലേ? അതാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. അതായത് രക്തബന്ധമുള്ള ഒരേ വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേര് തമ്മിൽ വിവാഹത്തിൽ ഏർപ്പെട്ടാൽ അതാണ് ഇൻബ്രീഡിംഗ്. നമ്മളിപ്പോൾ അനിമൽസിന്റെ കാര്യത്തിലായതുകൊണ്ട് മാറ്റിംഗ് ഓഫ് എ സുപ്പീരിയർ മെയിൽ ആൻഡ് സുപ്പീരിയർ ഫീമെയിൽ ഓഫ് സെയിം ബ്രീഡ് വിത്ത് കോമൺ ആൻസെസ്റ്റർ. മനസ്സിലായോ? അതാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, അങ്ങനെ വരുമ്പോൾ ചില കുടുംബങ്ങളിൽ ചില ദോഷകരമായ ജീനുകൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിൽ അത് ഇരട്ടിക്കും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കഴിവും കാര്യക്ഷമതയും ഒക്കെ കുറയും. അതിനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. ആ സാധ്യതയ്ക്ക് നമ്മളൊരു പേര് പറയും, ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു കുടുംബത്തിൽ ഹീമോഫീലിയ ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ ആ കുടുംബത്തിൽ ഹീമോഫീലിയ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട ആണിനും പെണ്ണിനും ഹീമോഫീലിയയുടെ ജീനുകൾ കാണും. ഈ രണ്ട് ജീനുകളും കൂടെ ഒരു കുഞ്ഞിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഹീമോഫീലിയ വരാനുള്ള സാധ്യത ഇരട്ടിക്കും. അതുപോലെ ഒരുപാട് ജനറ്റിക് രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം രോഗങ്ങളൊക്കെ ഇരട്ടിക്കാനുള്ള സാധ്യത മനുഷ്യന്റെ ഇടയിലുണ്ട്. അതേ സ്വഭാവ സവിശേഷതകൾ മൃഗങ്ങളുടെ ഇടയിലും വരും. അപ്പം അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്താണ്? കണ്ടിന്യൂഡ് ഇൻബ്രീഡിംഗ് യൂഷ്വലി റെഡ്യൂസസ് ഫെർട്ടിലിറ്റി ആൻഡ് ഈവൻ പ്രൊഡക്ടിവിറ്റി. കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിംഗ് നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കണ്ടിന്യൂഡ് ഇൻബ്രീഡിംഗ് യൂഷ്വലി റെഡ്യൂസസ് ഫെർട്ടിലിറ്റി ആൻഡ് ഈവൻ പ്രൊഡക്ടിവിറ്റി. ദിസ് ഈസ് കാൾഡ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഇതിനെ നമ്മൾ എന്ത് പറയും? ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയും. ഇതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കണ്ടിന്യൂഡ് ഇൻബ്രീഡിംഗ് യൂഷ്വലി റെഡ്യൂസസ് ഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ ജീവികൾക്ക് വളരെ ദോഷകരമായിട്ടുള്ള ചില ജീനുകൾ ഉണ്ടാവുകയും അവരുടെ പ്രൊഡക്ടിവിറ്റിയും ഫെർട്ടിലിറ്റിയും കുറയുകയും ചെയ്യും. ആ അവസ്ഥയാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്, എക്സ്പ്രഷൻ ഓഫ് സം ഡോമിനന്റ് ഹാംഫുൾ ജീൻസ്. ഈ റിസസീവ് ജീൻ ആണെങ്കിൽ എലിമിനേറ്റ് ചെയ്തു പോകും. അതേസമയം ഡോമിനന്റ് ഹാംഫുൾ ജീൻ ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യും. അതിങ്ങനെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യും. അത് ദോഷമാണ്. അപ്പൊ അത് മറ്റൊരു ദോഷമാണ്. മൂന്നാമത്തെ എന്താണ്? നോ ചാൻസ് ഫോർ വേരിയേഷൻ. ഒരേ കുടുംബത്തിൽപ്പെട്ട ഒരേ ബ്രീഡിൽപ്പെട്ടതല്ലേ, അപ്പൊ പിന്നെ വേരിയേഷന് സാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ ഇത് മൂന്നും ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടും കണക്കാക്കാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഇൻബ്രീഡിങ്ങിന്റെ എന്താണ് ഇൻബ്രീഡിംഗ് എന്ന് പറയണം, ഇൻബ്രീഡിങ് എങ്ങനെ ചെയ്യുന്നു അതിന്റെ സ്ട്രാറ്റജീസ് പറയണം, ഇൻബ്രീഡിങ്ങിന്റെ അഡ്വാൻറ്റേജസ് പറയണം, ഇൻബ്രീഡിങ്ങിന്റെ ഡിസ്അഡ്വാൻറ്റേജസും പറയണം.